ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒന്നിലധികം ചാനലുകൾ ഹാൻഡിൽ ചെയ്യാൻ കഴിയും. കാരണം നമുക്ക് ഒരു മൊബൈലിൽ തന്നെ ഒരുപാട് ചാനലുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ആ ഒരു ചാനലിൽ എങ്ങനെ എടുക്കാം എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ വളരെ വ്യക്തമായി കാണുക, മുഴുവനായും കാണുക. കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ആ ഒരു സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലായുള്ളൂ. പലവരും എനിക്ക് ഇതിന് കമന്റ്സ് വന്നപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത്. കാരണം ഇപ്പോഴും പലവർക്കും അറിയില്ല എങ്ങനെയാണ് എൻ്റെ രണ്ടാമത്തെ ചാനലിലേക്ക് പോകേണ്ടത് എന്ന്. അപ്പൊ അത്തരത്തിൽ പോകുന്ന ആ ഒരു പ്രക്രിയ, ആ ഒരു സെറ്റിങ്സ് എങ്ങനെയാണെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ വീഡിയോ മുഴുവനായും കാണുക. ഈ ഒരു കാര്യം ചെയ്യുക വഴി നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഒന്നിലധികം ചാനൽ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാനും കഴിയും, ഈ ഒരു കാര്യം ശ്രദ്ധിക്കാനും കഴിയും. അപ്പൊ നേരെ റെക്കോർഡിലേക്ക് പോകാം. ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രോമിൽ വന്നിരിക്കുകയാണ്. ക്രോമിൽ സെർച്ച് ബാറിൽ നമുക്ക് ഇവിടെ youtube.com എന്ന് നമ്മൾ സെർച്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ youtube.com എന്ന് സെർച്ച് ചെയ്ത ശേഷം നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ബീറ്റ എടുക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അപ്പോൾ നമുക്കിവിടെ 3 ഡോട്ട് മുകളിൽ കാണുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഡെസ്ക്ടോപ്പ് സൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം നമ്മുടേതായ യൂട്യൂബ് പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ പോയ ശേഷം ഇവിടെ നമ്മുടെ ചാനൽ ഐക്കൺ വരുന്നതായിരിക്കും. ഈ ഒരു അറ്റത്ത് ഇപ്പോൾ തെളിഞ്ഞ് കാണുന്നില്ല, ഇപ്പോൾ വരും. അത് കണ്ടോ, എൻ്റെ ചാനൽ ഐക്കൺ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യുവർ ചാനൽ എന്നുള്ള ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കസ്റ്റമൈസ് ചാനൽ യൂട്യൂബ് സ്റ്റുഡിയോ ഇവിടെ കാണാൻ കഴിയും. യൂട്യൂബ് സ്റ്റുഡിയോ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡിയോ ബീറ്റയിലേക്ക് പോകുന്നതായിരിക്കും. ഇതുപോലെ സ്റ്റുഡിയോ ബീറ്റ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മുടെ ചാനലിൻ്റെ യുവർ ചാനൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പോയത്. ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷനും ഇല്ല, ചാനൽ മാറ്റാവുന്ന ഒരു ഓപ്ഷനും തന്നെ ഇല്ല. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ആൾ ഓടുന്ന ഒരു ചിഹ്നമുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് അതർ എന്നുള്ളതിൽ ഏതിലെങ്കിലും ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുത്താൽ ഇവിടെ ഒരു പേജ് വരുന്നതായിരിക്കും. ഇതുപോലെ ഒരു പേജ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ബാക്ക് ടു സ്റ്റുഡിയോ, അപ്പോൾ ഇതുപോലെ ബാക്ക് പോകുന്നതായിരിക്കും. പിന്നെ നമ്മൾ ആളോടുന്ന ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏതെങ്കിലും സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ സെലക്ട് ചെയ്യാണ്ട് സ്കിപ്പ് കൊടുക്കാം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പേജ് വരും. ഇവിടെ ഗോ ടു ലെക്സി ക്ലാസിക് എന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ക്രോമിൻ്റെ നമുക്ക് ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്യുക, വീണ്ടും വരുന്നതായിരിക്കും, പിന്നെയും ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ഒരു പേജിലേക്ക് പോകുന്നവരെ ക്ലിക്ക് ചെയ്യുക വരികയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഇതിൽ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡെസ്ക്ടോപ്പ് സൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇതല്ലാണ്ട് വേറെ ചിഹ്നം വരും, അത് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായും കാണുക. അപ്പോൾ നമുക്കിവിടെ ക്ലാസിക് വെർഷൻ വന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ വെർഷൻ വന്നിരിക്കുക. ഇവിടെ കണ്ടോ, ബാക്ക് ടു സ്റ്റുഡിയോ ബീറ്റ. നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയ്ക്ക് തിരിച്ചു പോകണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ പ്രൊഫൈൽ ചിഹ്നം കാണുന്നുണ്ട്, നമ്മുടെ ഐക്കൺ. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ID വെച്ചിട്ടുള്ള ചാനലുകൾ എത്രത്തോളം നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത്രത്തോളം ചാനലുകൾ ഇവിടെ താഴെ 1 by ആയിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ നമ്മൾ ഏത് ചാനലാണോ വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇമെയിൽ ID അടങ്ങിയ ചാനൽ നെയിമോട് കൂടിയിട്ടുള്ള ആ ഒരു നെയിമിൽ ക്ലിക്ക് ചെയ്യണം. അപ്പം നമുക്ക് ഇവിടെ മുകളിൽ ലോഡ് ആവുന്നതായിരിക്കും. ആ ഒരു ചാനലായിരിക്കും പിന്നെ വരിക. കണ്ടോ, ഇതുപോലെ അമേസിങ് എനി ടൈം എന്നൊന്ന് വന്നു. അപ്പോൾ നമുക്കിവിടെ ബാക്ക് ടു യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് ഇപ്പുറത്ത് കാണാനും കഴിയും. ഇത്തരത്തിൽ ചാനൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബാക്ക് ടു സ്റ്റുഡിയോ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ക്ലാസിക് വേർഷനിലേക്ക് പോകുന്നതായിരിക്കും. ഇത്തരത്തിൽ ക്ലാസിക് വേർഷൻ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ചാനൽ കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് ഇതിൽ വീഡിയോ അപ്ലോഡിങ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ നമുക്ക് ചാനലിനെ നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ മോണിറ്റൈസേഷൻ സെക്ഷൻ എല്ലാം നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ സാധാരണ മൊബൈലിൽ നമ്മുടെ ചാനലിൽ എങ്ങനെ യൂസ് ചെയ്യണോ അത്തരത്തിൽ ഈ ഒരു ചാനലിനെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് വേറെ ചാനലിലേക്ക് പോകേണ്ടത് ഇതേപോലെ ആൾ ഓടുന്ന ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുന്നേ ചെയ്ത അതേ പ്രോസസ്സിൽ തന്നെ സ്കിപ്പ് ചെയ്യുക. ഒന്നും സെലക്ട് ചെയ്യാണ്ട് തന്നെ നമുക്കിവിടെ ഗോ ടു ലെക്സി ക്ലാസിക് എന്നതിൽ പോയിട്ട് നമുക്കിതുപോലെ ക്രോം സെലക്ട് ചെയ്യുക. വീണ്ടും ക്രോം വരികയാണെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് പഴയ നമ്മുടെ അതേപോലെ തന്നെ ക്ലാസിക് വെർഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ചാനൽ സെലക്ട് ചെയ്യുക. വീണ്ടും ക്രോം വരുന്നതായിരിക്കും. ചാനൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പേടിക്കേണ്ടതില്ല. ഇതുപോലെ ക്രോം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മങ്കിയുടെ ചിത്രം വരും. അപ്പോൾ അത്തരത്തിൽ വന്നാലും നമുക്ക് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് മുന്നേ ചെയ്ത അതേ തന്നെയാണ് ഡെസ്ക്ടോപ്പ് സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലേക്ക് പോകുന്നതായിരിക്കും. ഇവിടെ പിന്നെ ബാക്ക് ടു സ്റ്റുഡിയോ ബീറ്റ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ എന്നുള്ളതുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീറ്റ വേർഷനിലേക്ക് പോകുന്നതായിരിക്കും. ഇത്തരത്തിലാണ് നമ്മുടെ ചാനലുകൾ ആൻഡ്രോയിഡ് മൊബൈലിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയും നല്ലൊരു ഇൻഫർമേഷനുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.